മതപണ്ഡിതന്മാർ മതകാര്യങ്ങളിൽ നടത്തുന്ന പ്രസംഗങ്ങളോട് എന്തിനാ CPM ഇടപെടുന്നത്? ഏത് മതവിഭാഗങ്ങളായിരുന്നാലും അവരുടെ അഭിപ്രായം അവരുടെ മതവിഭാഗങ്ങളോട് പറയുമ്പോൾ അതിലെന്തിനാ കയറി ഇടപെടുന്നത്? അതുകൊണ്ട് അവരിത്തരം കാര്യങ്ങളിൽ ഇടപെട്ടാൽ പൊതുജനം പ്രതികരിക്കുമെന്ന് ഉറപ്പാ. അല്ല, അതല്ലല്ലോ നമ്മുടെ സബ്ജക്റ്റ്, അതല്ലല്ലോ. നമ്മൾ രാഷ്ട്രീയക്കാര്, രാഷ്ട്രീയ പാർട്ടി ഇതിലെങ്ങനെ നേരിടുന്നു എന്നാണല്ലോ സംസാരിക്കുന്നത്. മതപരമായി എല്ലാവർക്കും എല്ലാവരുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും. അതനുസരിച്ച് ജീവിക്കാനും അത് അനുഷ്ഠിക്കാനും അത് പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യ ഭരണഘടന നൽകുന്നുണ്ട്. അവര് പ്രചരിപ്പിച്ചോട്ടെ. എല്ലാ മതവിഭാഗങ്ങൾക്കും, ഇസ്ലാമിന് മാത്രമല്ല, ഹൈന്ദവത്തിലും ക്രിസ്തീയ മതത്തിലും ഒക്കെയുള്ള എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ വിശ്വാസങ്ങൾ പ്രചരിപ്പിക്കാൻ, പ്രബോധനം ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭരണഘടന കൊടുക്കുന്നുണ്ട്. അതിനെ തടുക്കാൻ ഞാൻ ആളല്ല. ആ ദീന് ഇന്ന ആളെയാണ് ഏൽപ്പിച്ചത്, അവര് പറഞ്ഞാ മതി എന്ന് പറഞ്ഞിരുന്നോ? ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ? ഇന്ന ആളുകൾക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. റഹ്ബാനിയത്ത് എന്ന് പറയുന്നുണ്ട് ഖുർആൻ. എന്താ പറയണ അറിയങ്ങള്? പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി. ഇന്ന ആളുകൾ പണ്ഡിതനോ മതമറിയുന്നവനോ പറയുന്നവനോ ആവണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദീൻ നിങ്ങൾ പറയരുത്, രാഷ്ട്രീയം അവര് പറയരുത്. ആ പറയുന്നവർക്ക് പറയാൻ അവകാശമല്ലേ? അങ്ങനെ പൗരോഹിത്യമുണ്ടോ? ഇവര് കുറച്ച് ആൾക്കാർ വലിയ ശുചായികള്, ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങള്. സകല ഖലീഫമാരെയും റദ്ദ് ചെയ്ത പിണറായിയെ കുറിച്ച് മഹാ ആദർശ സമ്മേളനത്തിൽ ഒരു വാക്കുപോലുമില്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് സ്നേഹമുള്ളവരെ ആദർശ സമ്മേളനം? ഈ കലിമത്തു തൗഹീദിന്റെ പ്രചാരണമല്ലേ നമ്മൾ വിചാരിക്കുന്ന ആദർശ സമ്മേളനം? ഒരു കാര്യം ഞങ്ങൾ പറയാം, മര്യാദയുടെ പേരും ചില കെട്ടുപാടുകളുടെ പേരൊക്കെ വെച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്നത് ദുർബലതയാക്കി എടുത്താൽ ആപ്പീസ് പൂട്ടിച്ചിട്ടേ പിന്നെ ഞങ്ങൾ ഈ പരിപാടി നിർത്തൂ എന്ന് നിങ്ങൾ മനസ്സിലായിക്കൊണ്ട്. എല്ലാരോടുള്ള വാക്കാണ്. എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ടേ ഇത് നിർത്തൂ. പിന്നെ പറയാണ് നഷ്ടം വരികയാണ്. സൂക്ഷിക്കണം കേട്ടോ ഷാജി, എനിക്കൊരു ചുക്കില്ല. വോട്ടും കൂട്ടൊന്നും കാട്ടിയിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല. ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്. ബാക്കി പറയണില്ല.